അങ്ങനെ ഞങ്ങൾ സച്ചുവിൻ്റെ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാതെ ആഘോഷിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാളെ പൊന്നുണ്ണിയുടെ ബർത്ത്ഡേ ആണ്. ആദ്യം ഞങ്ങൾ ഓർത്തെ പൊന്നുണ്ണിയുടെ ബർത്ത്ഡേയുടെ കൂടെ വേറൊരു കേക്ക് മേടിച്ചിട്ട് അവൻ്റെയും കൂടി മുറിക്കാമെന്നൊക്കെ ഓർത്തെ. പിന്നെ അതൊരു ഇതല്ലേ, ആ ബർത്ത്ഡേയുടെ അന്ന് കേക്ക് മുറിക്കണ ആ ഒരു ഇത് അല്ലാതെ കിട്ടുകയല്ലോ. അപ്പം ഞങ്ങൾ പൊന്നുണ്ണിയുടെ ബർത്ത്ഡേക്ക് എങ്ങനെയാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് എന്നൊക്കെ ഓർത്ത് ചോദിക്കാമെന്നൊക്കെ ഓർത്ത് ഇവനെ തലേന്ന് പയ്യെ വിളിച്ച്. പിന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ കാണാറുള്ളതാണല്ലോ സജീവൻ്റെ അനന്തരവനാട്ടോ. 2 അനന്തരവന്മാരാണ് ഉള്ളത്. ഒരാൾ ചങ്ങനാശ്ശേരില്ല, അത് കൊച്ച. ഇവനാണ് എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ എന്ത് കാര്യത്തിനും, അതായത് ചേട്ടനിയന്മാരുടെ വാവച്ചിയുടെ കാര്യത്തിനാണെങ്കിലും കണ്ണമ്മോൻ്റെ കാര്യത്തിനാണെങ്കിലും എന്ത് കാര്യത്തിനും വാവച്ചിയും കണ്ണമ്മോനും ആദ്യം വിളിച്ച് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നൊക്കെ സച്ചിൻ്റെ ഒരിക്കലാണ്. അതുകൊണ്ട് അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്കൊരു ഡേറ്റ് മാറിപ്പോയി. അതുകൊണ്ട് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല. അതിന് മുമ്പ് കണ്ണമ്മോനൊക്കെ കേക്കൊക്കെ മേടിച്ച് പയ്യെ അവൻ്റെ ചെന്ന് ആഘോഷിച്ചു. അപ്പോൾ അവനത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയായിരുന്നു. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഡേറ്റ് മാറിയതുകൊണ്ട് നമുക്കത് പറ്റിയില്ല. ഇപ്രാവശ്യം ഞങ്ങൾ ഓർത്തിരുന്നു. അതെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അവിടെ ഇരുത്തടാ കുഞ്ഞിനെ, അവിടെ ഒന്ന് നീ കുടിച്ച് നിർത്താതെ. പിള്ളേരെയൊക്കെ എടുക്കാൻ അറിയാവുന്നവരല്ലേ. മിടുക്കേ. അത് എൻ്റെ കുഞ്ഞിനെ അവൻ കണ്ടോ എന്നെ കാണിക്കുന്നു. എടാ കുഞ്ഞിന് ശ്വാസം കൊണ്ടിരുന്നടാ. ആരുടെ ബർത്ത്ഡേ വന്നാലും ആദ്യം ഞങ്ങളാണ് വിശിഷ്ട അതിഥി. അയ്യോ അച്ഛടാ. സച്ചുമാമൻ ഇച്ചിരി കൊടുത്തേ, ഇച്ചിരി മുറിച്ച് വായി വെച്ച് കൊടുത്തേ. ഇത് മുറിച്ചെടുക്കാൻ അത് പിടി. അത് പിടിച്ചേ. അത് പിടിച്ചേ. ഇച്ചിരി സച്ചുമാമന് കൊടുത്തേ, വായി വെച്ച് കൊടുത്തേ. അത് പിടി, ഇത് പിടി, ഇത് മേടിട്ട് കൈ മേടി, കൈ പിടി. സച്ചുവിന് കൊടുക്ക. അച്ചടി. അമ്മാവനും അമ്മായിക്കും കൊടുക്കണമല്ലോ കേൾക്കാം. അമ്മായിക്ക് എവിടെ ഒരു സ്ഥാനം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാം. നേരാണോ ഇല്ലയോ ഇവന്മാരൊക്കെ തരുന്നുണ്ടോ ആർക്കറിയാം. എന്താണേലും ഞങ്ങളും കേക്ക് കൊടുത്തു. അമ്മയോടെ മാറി നിൽക്കുന്നതിന് അവർ കളിയായിക്കൊണ്ടിരിക്കുക. മൂലാധാരമില്ലാതെ ഇത് വല്ലതും നടക്കൂടാന്ന് ചോദിച്ചോണ്ട്. അതെന്നാടാ കേക്ക് മേടിച്ചത് ഞാൻ, എനിക്ക് ഉമ്മയുമില്ല ഒന്ന്. എടാ തിന്നാൻ, നീ തിന്നാൻ. അപ്പം വിളിച്ച് കാണിക്കാൻ ഉണ്ടോന്ന്.